നമസ്കാരം. ഇനി 2 വർഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല കേട്ടോ. വിഷം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുക. അപ്പം ഇപ്പം ഈ കാണിച്ച പരിപാടിക്ക് നിർത്തിവെച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുക. ഇത് നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടായി എനിക്കെന്താ? എനിക്കൊരു ചുക്കുമില്ല. അപ്പം ഞാൻ പോവാണ് കേട്ടോ. 2 വർഷം ഇനി എന്നെ കിട്ടൂല. ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളുടെ പുറകിൽ കിടന്ന് നടന്നതോ? ആരും പറഞ്ഞു നിങ്ങൾ എൻ്റെ പുറകിൽ കിടന്ന് നടക്കാൻ? ഞാൻ പറഞ്ഞോ നിങ്ങളോട് എൻ്റെ പുറകിൽ കിടന്ന് നടക്കാൻ? എന്നിട്ട് ഞെയ് എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എൻ്റെ പുറകിൽ കിടന്ന് നടക്കാൻ. അടുത്ത 2 വർഷം ഇനി എന്നെ നോക്കണ്ട കേട്ടോ. അടുത്ത 2 വർഷം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. പിന്നാലെ കുരങ്ങന്മാരോടൊപ്പം കൂടി ഞെയ് എന്ന് പറഞ്ഞ് കിടന്ന് നടന്നില്ലേ എല്ലാവരും? ഇലക്ഷൻ കഴിഞ്ഞു. 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഖ്യാപനം, കോഴിയുടെ പ്രഖ്യാപന പറയുന്നത് ഞാൻ സിനിമയിലേക്ക് പോവാണെന്ന്. ഇപ്പൊ എല്ലാവരും എന്തായി? എൻ്റെ പുറയിൽ കിടന്ന കുട്ടിക്കോഴികൾ എന്തായി ഇപ്പോ? ഇതായില്ലേ? പണ്ടിങ്ങനെ പെട്ടെന്ന് കാണിക്കാറുള്ളൂ. ഇത് സത്യമല്ലേ? ഇതുപോലെ ആക്കിയിട്ടല്ലേ ഈ കോഴി ഇവിടുന്ന് പോയത്? അവൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന്. 2 വർഷം ഇനി അടുത്തേക്ക് കിടക്കണ്ട, കാരവനിൽ വരും. ആ സമയത്ത് പോയിട്ട് സുരേഷ് ചേട്ടാ, അതെ ഞങ്ങളുടെ അവിടെ കൈ മാസ്ക് ലൈറ്റ് ഇടാന്ന് പറഞ്ഞില്ലേ, ഇത് വേണം ചെല്ല്, അങ്ങോട്ട് ചെല്ല്, വേഗം ചെല്ല്. ബാങ്കിൽ നിന്ന് എടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ല, ഓടുന്നു ഇത് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോവുക. അപ്പം ഇതൊക്കെ 26-ാം തീയതി വരേക്ക് മാത്രമുള്ള ചില വിക്രാസുകളായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഈ റോഡ് ഷോ അല്ല രാഷ്ട്രീയ പ്രവർത്തനം. റോഡിനകത്ത് സ്വർണ്ണരഥം ഓടിച്ചുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വീശി ഇങ്ങനെ കാണിച്ച് അതല്ല റോഡ് ഷോ. റോഡിൽ ഇറങ്ങി വന്ന് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ വന്ന്, പച്ചക്കറി മാർക്കറ്റിൽ പോയി, സിനിമാ തിയേറ്ററുകളുടെ വശങ്ങളിൽ പോയി, തൃശ്ശൂർ തേക്കുങ്ങാട് 2 റൗണ്ട് ദിവസം ഒന്ന് അടിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, ലക്ഷണത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെയുള്ള. എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, കോൺഗ്രസ്സുകാരും അറിയാം കേട്ടോ. ചന്ദ്രബോസിനെ അറിയാം, തേറമ്പിൽ രാമകൃഷ്ണൻ സാറിനെയൊക്കെ അറിയാം. ഞാൻ അവിടെ ഗീത നടത്തുന്ന സമയത്ത് ഇവരാരും വിളിച്ചിട്ടില്ല. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ടല്ലോ. ഗീത നടക്കുമ്പോൾ ഗീത കേൾക്കാൻ വരുന്ന ആൾക്കാരിലേ വരുള്ളൂ. ഇല്ല, നോട്ടീസൊക്കെ ഉണ്ടായിരുന്നു, പത്രത്തിലേക്കും വന്നിരുന്നു. ഒരു ദിവസം വൈകുന്നേരം പന്തൽ കെട്ടുന്ന സമയമാണ് അവിടെ വടക്കേ ബസ് സ്റ്റാൻഡിൽ. അവിടെ ചെന്നപ്പോൾ ഉണ്ട് സുനിൽകുമാർ, അവിടെ ചെന്നപ്പോൾ ഉണ്ട് ബാലചന്ദ്രൻ. അവരൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. അവരെ കമ്മ്യൂണിസമോ അവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമോ അവരുടെ മൂലധനമോ ഇതൊന്നുമല്ല നമുക്കുള്ളത്. അവർ തന്ന സ്നേഹം. അങ്ങനെ പലരും ഉണ്ട്. ചന്ദ്രമോഹൻ സാറിൻ്റെ കോൺഗ്രസ് അവിടെ പോയപ്പോൾ പറഞ്ഞു, അഡ്വർടൈസ്മെൻറ്റുകളൊക്കെയും കിട്ടിയോ? കുറേയും കിട്ടുന്നുണ്ട്. ഞാൻ ആ രാജദൂതിന് വിളിച്ചു പറയാം, അവിടെ പോയിക്കോളൂ കേട്ടോ. അവർക്കറിയാം ഒരു പ്രോഗ്രാം നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഉടനെ രാജദൂതിന് പോയി അങ്ങോട്ട് വലിയൊരു ആനത്തലയോളം വലിപ്പമുള്ള എൻ്റെ ഒരു ഫോട്ടോ വയ്ക്കും, വലിയൊരു എങ്ങനെ ഒരു 10,000-40,000 അങ്ങനെ ചിലവായിട്ടുണ്ടാവും. അപ്പം അവരൊക്കെയും ആ രീതിയിൽ സഹകരിച്ചു. പക്ഷേ ഈ കോഴിയെപ്പോലുള്ള അവൻ ഇവിടെ വരുന്നു, തൃശ്ശൂർക്കാരുടെ മുമ്പിൽ വന്ന് ഇവിടെ എയർപോർട്ട് പണിയാൻ പോവുകയാണ്, ഇവിടെ യൂണിവേഴ്സിറ്റി പണിയാൻ പോവുകയാണ്, ഇതൊക്കെയും പറഞ്ഞതെല്ലാം കഴിഞ്ഞു
കഴിഞ്ഞ 26-ാം തീയതി കഴിഞ്ഞോണ്ട് അവൻ എന്താ പറഞ്ഞത്? ഇനി നമ്മളെ കിട്ടൂല, ഇനി നമ്മളെ കിട്ടൂല. അപ്പൊ ഞങ്ങളൊക്കെ പുറകിൽ നടന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങളുടെ പുറകിൽ നടക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ പുറകിൽ നടക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി സിനിമാ സെറ്റിൽ കാണാം. ഞാൻ മറക്കാതെ പറയണത്, എപ്പോഴും പറയണ ആഗ്രഹം ഒരു കാര്യമുണ്ട്. ആണ് ഇടയിൽ ഇതോടെ ബന്ധപ്പെടാത്തൊരു വിഷയം പറയാം. ഈ സാധനം, ഇവൻ ഈ കോഴി ചുരുങ്ങിയത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം ഒരു 100-150 പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇവനെ ആട്ടി കൊടുക്കേണ്ടവനെ ഏതൊരു ആണുങ്ങൾ ചെന്ന് ഉണ്ടെ തന്നെ അവൻ നമസ്കാരം. അപ്പോൾ ഏത് നമസ്കാരമില്ല, ഇത്ര അകലം പാലിച്ചാൽ മതി എന്നാ ഏതൊരു ആണുങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതിനും ആണത്വമുള്ളവൻ നാട്ടിലെ പെമ്പിളരെ കെട്ടിപ്പിടിക്കൂ. മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് ഏതൊരു പെൺകുട്ടിയോട് മമ്മൂക്ക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ കെട്ടിപ്പിടിക്കാത്ത? എന്താ അങ്ങനെ തല്ലുവോ, അല്ലെങ്കിൽ ഒരു കടിക്കുവോ, അല്ലെങ്കിൽ ഒരു തിന്നുവോ? ഇല്ലല്ലോ. ഒരു ഉത്തമ പുരുഷനല്ലേ, സുന്ദര പുരുഷനല്ലേ, പ്രായവുമായി ഒരു കാരണവരുടെ സ്ഥാനമുണ്ട്. ഓടിച്ചെന്ന് മമ്മൂക്ക ചെല്ലില്ലല്ലോ. അവിടെ ഒരു ഗ്യാപ്പ് ഇടും. അതാണ് ശരിയെന്ന് അദ്ദേഹം കാലങ്ങളെ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഈ തെണ്ടിയതല്ല. ഏത് പെണ്ണിനെ കണ്ടാലും ആ മാറിടത്തോട് ചേർത്ത്, തോളത്ത് കൈയിടലല്ല, മാറിടത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് വൃത്തികെട്ട പരിപാടി. അതെന്തൊരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് അവൻ. അതൊക്കെ അവൻ്റെ ഇഷ്ടം തരാ ആകട്ടെ. അതിൽ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് കയറി പിടിക്കുകയോ ഇത് ചോദിച്ച് നിൽക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾ. ഇവനെ കാണുന്ന സമയത്ത് സുരേഷ് ഏട്ടാ എന്നും പറഞ്ഞ് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ എന്നെ ഒന്ന് പിടിക്കുകയോ പറഞ്ഞ് നിൽക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ച് തല്ലേണ്ടത്. അപ്പം അതെന്തോ ആകട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. പെട്ടിയിൽ എത്ര കയറണോ അത്ര കയറി. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാവം മാറിയത് കണ്ടില്ലേ? പാലം കടക്കുവോളം കൂരായണ, പാലം കടന്നാൽ നാരായണ. ഇതല്ലേ കാണിച്ചത്? അങ്ങനെയല്ലാന്നോ? എന്നാ അങ്ങനെയാ. പുതിയ പഴഞ്ചൊല്ല ഈ അടുത്ത കാലത്ത് ഉണ്ടായതാ. പാലം കടക്കുവോളം കൂരായണ, പാലം കടന്നാൽ നാരായണ. അങ്ങനെയും ആകാതെ. അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ പിന്നെന്താ? സിനിമയിൽ അഭിനയിക്കാൻ പോണ അവൻ്റെ പിന്നാലെ പോയിട്ട് ഹൈമാസ്ക് വിളക്ക് ഇവിടെ കിട്ടിയില്ല. ആ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യം നമുക്കൊരു തീരുമാനത്തിൽ എത്തണമല്ലോ. ഒരു കാർക്കിച്ച് തുപ്പവൻ ഇക്കണ്ടൻ. ഏതായാലും ഇതിനെ 2 വർഷത്തേക്ക് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടണമെന്ന് നേതൃത്വമല്ല മുതലാളിമാർ, വടക്കേന്ത്യൻ മുതലാളിമാർ, വടക്കേൻ തൊഴിലാളികളാണല്ലോ. ഒരുതരം അടിമത്ത മനോഭാവമുള്ളവരാണ് BJP-യിൽ ചേരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോഡി ഒരു മുതലാളിയാണ്, അല്ലെ അമിത്ഷാ ഒരു മുതലാളിയാണ്. അതേ സമയത്ത് യഥാർത്ഥത്തിൽ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്ന ഞാനും ഒരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു ഇന്ത്യൻ പ്രജയാണ്, ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ്. ഇത് രാജഭരണമൊന്നുമല്ലല്ലോ. ഇവിടെ രാജാവിനെ കാണുന്ന സമയത്ത് ഇത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, പഞ്ചമുച്ചടക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ ബന്ധമാണ് വേണ്ടത്. പിന്നെ എങ്ങനെയാണ് ജില്ലാ കളക്ടർ വരുമ്പോൾ കുറച്ചുകൂടി ശരിയാണ്, അദ്ദേഹം കുറച്ചുകൂടിയും വ്യാപാരി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടി ഉന്നത സ്ഥാനീയനാണ്. അപ്പോൾ കാണുക സാർ ഇങ്ങനെ അത് നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെയാണല്ലോ ആ സ്ഥാനത്ത് എത്തിയത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊക്കെ ആകട്ടെ. പക്ഷേ ഈ അടിമത്വ ഭാവങ്ങൾ എനിക്ക് അറിയുന്ന പല ആൾക്കാരുണ്ട്. പിണറായി എന്ന് കേട്ട് അവർ പറയ്ക്കും, പിണറായി എന്ന് കേട്ടാൽ പറയ്ക്കും. ഇലക്ഷൻ വരുമ്പോൾ പറയും പിണറായി പോക്കാം, ഇത്തവണ പിണറായി പോക്കാം, പിണറായി പോക്കാം, ഇത്തവണ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ആ പിണറായി വിജയൻ്റെ മകളെ ഒന്ന് ജയിലിലേക്ക് അയക്കാൻ പറ്റുമോ? ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഞെരിവിരി കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് കേൾക്കുന്ന ഒരു മറുകാടൻ അരപ്പാളിയുണ്ട്. അയാളുടെ പല വാർത്തകളും പലരും കേട്ട് തരിച്ചിരുന്ന് പോയിട്ടുണ്ട്. വീണ വിജയൻ ജയിലിലേക്ക്, വിജയൻ ജയിലിലേക്ക്. ഏതാ വിജയൻ? അവൻ്റെ അമ്മൂമ്മയുടെ ഹസ്ബൻഡ്, പഴയ ഹസ്ബൻഡ്, അതാണ് വിജയൻ. കേരളത്തിലെ മുഖ്യമന്ത്രി. അത് ആര് കയറിയിരുന്നാലും ഒരു മര്യാദയില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ല ഈ പിണറായി വിജയനൊക്കെ വിജയൻ അവൻ്റെ തന്തയെ അവൻ അങ്ങനെ വിളിക്കാറുണ്ടെന്ന് എനിക്കറിയാതെ. അപ്പം അതെന്താ ഉക്രൂന്ന് അവൻ്റെ തന്തയുടെ പേര്, ഉക്രൂന്ന് അവൻ വിളിക്കുക, തല്ലിക്കൊന്നു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്തോ ആകട്ടെ. അപ്പോൾ
വീണ വിജയനെ ഒന്ന് ജയിലിലിടൂ ദൈവമേ ഭഗവാനെ. ഇവിടെ പല ആൾക്കാരും വിങ്ങി പൊട്ടുന്നുണ്ട്. വീണ വിജയൻ ജയിൽ സന്ദർശിക്കാൻ പോയാലും മതി. അതുകൊണ്ട് വീണ വിജയനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ദുരിതം കൊടുക്കരുത്. നിങ്ങളൊന്ന് ജയിലിൽ വെറുതെ ഒന്ന് പോയിട്ട് തിരിച്ചു പോവാം. ആ ചിത്രം ഒന്ന് എടുത്താൽ മതി ഞങ്ങൾക്ക്. വീണ വിജയൻ ജയിലിലേക്ക്, പിണറായി വിജയൻ ജയിലിലേക്ക്. ജയിലിൽ പിടിച്ചിടുന്ന ഇത്രയും വലിയ കുറ്റം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, സ്വർണം കള്ളക്കടത്ത്. നിങ്ങളല്ലേ അവിടെ ഭരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത്. എന്താ പിടിക്കാത്ത? ലാവലിംഗ് കേസ് നീട്ടിവെക്കുന്നു. അതിൻ്റെ പുറകെ വേറെ ട്രിക്കുണ്ട്. അത് നിങ്ങൾ ശരിക്കും കോടതി അലക്ഷ്യല്ലേ പറയണത്? സുപ്രീം കോടതിയിലെ കേസ് എന്താ നീട്ടിവെക്കുന്നത്? അതിന് കാരണം ഉണ്ടായിരിക്കും, അവർക്ക് രേഖകൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം എന്തോ ആകട്ടെ, അത് ചാമിയാർ കമ്മ്യൂണിസ്റ്റുകാരനാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അതിന് കഷ്ടപ്പെടണം. അതിന് തന്നെ കിട്ടില്ല. അവിടെ ആദ്യം ചുമരെഴുതാൻ പോകണം. വെറുതെ നിന്നാകാൻ പറ്റില്ല. ഏത് പിണറായി വിജയനാണെങ്കിലും താഴോട്ടുനിന്നല്ല, മേലേന്നല്ല വളർച്ച, താഴേന്ന വളർച്ച. അവിടെ ഇവിടുത്തെ പോലെ ഓടിച്ചാടി കയറി വന്ന് കൃഷ്ണകുമാറിൻ്റെ 4 കഷ്ണങ്ങളും സുരേഷ് ഗോപിയും അയാളുടെ സുന്ദരിക്കുട്ടിയും, ഇതൊന്നും അവിടെ നടക്കില്ല. ഏതായാലും ആ മുതലാളിമാരോട്, ഉത്തരേന്ത്യൻ മുതലാളിമാരോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട താണു വണങ്ങി കാല് പിടിച്ച് കാല് നക്കി പറഞ്ഞിരിക്കുകയാണ്, 2 വർഷം എന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞത്. കാരണം എന്താ? ജനങ്ങളിങ്ങനെ സങ്കടപ്പെട്ടു. ഇയാളുടെ സിനിമ കാണാനുണ്ട്. 4 തരം സിനിമയാ, 4 സിനിമയാ. ഡയലോഗ് അതുപോലെ പറയുന്നു മാത്രമേ ഉള്ളൂ. മോഹൻലാലിൻ്റെ പോലെ മോഡുലേഷൻസ് ഒന്നുമില്ല. ഡയലോഗ് ഇങ്ങനെ പറയുന്നു. ഒരു മാട്ട നാടകക്കാരൻ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും നേരെയുള്ളൂ. അത് ഇനി വേറെ കാര്യമുണ്ട്. ഇനി സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിരക്കെ പരക്കെ ഗുരുവായൂർ കേശവന്മാർ അണിഞ്ഞിറക്കുക. പുതിയ പിള്ളേർ, ആ ഫഹദ് ഫാസിലും ജയസൂരിയും. എന്തിനറിയാം ഇപ്പം ഇയാൾ പൃഥ്വിരാജ് സുകുമാരൻ, ഇപ്പോൾ എന്തിനറിയാം നമ്മളുടെ ഇയാൾ ദിലീപ് പോലും സിനിമയിൽ നിന്ന് ചെറിയൊരു ഘട്ടത്തിൽ വിട്ടു വന്ന് സിനിമയിലേക്ക് കയറിയപ്പോൾ എന്താ പറഞ്ഞത്? ഇയാൾ ആരാ ചോദിക്കുന്നത്. ആൾക്കാർ മറന്നുപോയി. ഇപ്പം പവിത്ര ഞാൻ സിനിമ പോലും ആളാൻ ആൾക്കാരില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ചാട്ടാമൂട്ട ആരെങ്കിലും സിനിമ പിടിക്കാൻ മോഹമായിട്ട് നടക്കുന്ന, സിനിമ പിടിക്കാനും അവരെ പിടിക്കാനും അതിനുവേണ്ടി കുറച്ച് പൈസ മുടക്കാൻ തയ്യാറുള്ള ഷീലയുടെ പണ്ടത്തെ ഒരു സിനിമയിൽ ഒരു അമേരിക്കക്കാരൻ ഷീലയുടെ ഒരു സിനിമ പിടിച്ചു, ഷൂട്ടിംഗ് ആരംഭിച്ചു. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് കേട്ടോ സിനിമ. അന്ന് കോടികളല്ല, ലക്ഷങ്ങളാണ്. ലക്ഷങ്ങളെന്ന് വെച്ചാൽ 2 കോടി 3 കോടി ഉണ്ടെങ്കിൽ സിനിമ പിടിക്കാം. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇയാളാണ് അതിലൊരു നായകൻ. ഷീലയുമായിട്ടുള്ള കിടപ്പറ രംഗം. ഷീല വരുന്നു. ഷീലയുടെ പേര് ശ്യാമള എന്നാ. ശ്യാമളയെ എത്ര കാലമായി കണ്ടിട്ട് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടക്കുന്നു. കഴിഞ്ഞു. അതിന് രണ്ടാമതും റിഹേഴ്സലായിരുന്നു. ഇങ്ങനൊരു 10-20 പ്രാവശ്യം. പിറ്റേ ദിവസം ഷൂട്ടിംഗ് ആരംഭിച്ചു. ഷീല വരുന്നു. എന്താ ശ്യാമളെ കണ്ടിട്ട് എത്ര കാലമായി? കെട്ടിപ്പിടിക്കുന്നു, കട്ടിൽ കിടക്കുന്നു, കട്ടിലും കിടന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ 4-5 ദിവസം കഴിഞ്ഞു. സിനിമ ഷൂട്ടിംഗ് അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. അയാളുടെ മോഹമായിരുന്നു ഷീല ഒന്ന് കെട്ടിപ്പിടിക്കും. ഇത് ഷീല പറഞ്ഞ കേസാണ്. അപ്പം അങ്ങനെ സിനിമ പിടിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനത്തെ കൊരണങ്ങളെ വെച്ചാൽ സിനിമ എടുക്കുക. ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. ഏരിയ പോയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ, ആരും കാത്തിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ 2 കൊല്ലം ഇനി സിനിമയിലേക്ക് പോകണം. അതെങ്ങനെ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോവല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെയെങ്കിലും. കാര്യം മനസ്സിലായ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവാണ് ഈ കൊണാപ്പൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയി മണവണാഞ്ചൻ. ഇപ്പം കാര്യം മനസ്സിലായ? എന്താ കാര്യം മനസ്സിലായില്ലേ? MP സ്ഥാനത്ത് മത്സരിച്ചു 7 നിലയ്ക്ക് പൊട്ടുന്നു. സ്വയം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനി നിയമസഭയിൽ മത്സരിക്കും. അത് കഴിഞ്ഞാലോ? അത് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കും, വാർഡിൽ നിന്ന് മത്സരിക്കും. അത് കഴിഞ്ഞാലോ? ഇങ്ങനൊരു ഊശാമ്പി രാഷ്ട്രീയക്കാരൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇളിബ്യനെ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6 മാസം മുമ്പ് വരെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും എന്തിനു വരണം? തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ടൊരു വരവുണ്ട്. എന്നാണ് ഇവനെ ചവിട്ടിക്കൂട്ടെന്നറിയില്ല തൃശ്ശൂർക്കാർ. 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടർമാർക്ക് ഒരു പഠനമുണ്ടായെന്ന് കരുതിക്കോളൂ.
താൻ ജയിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ മാത്രമാണ് ഇതുവരെ തൃശ്ശൂർകാർ ചർച്ച ചെയ്തതെന്നാണ് പറയണത്. ഇയാൾ ജയിച്ചാൽ ഇവിടെ എന്താ ഗുണം ഉണ്ടാവും എന്നറിയാമോ? കുറേ പറഞ്ഞ കേസാണ്. കേരളം മണിപ്പൂരാക്കും, കേരളം ഉത്തരേന്ത്യയാക്കും. ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ജയിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ കേരളത്തിൽ BJP ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഉത്തരേന്ത്യയുടെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം കൂടി 450 സീറ്റ്, അതോടുകൂടി ഇലക്ഷനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, ഇന്ത്യയുടെ ഗതിയും കഴിഞ്ഞ് എല്ലാം തലകുത്തി നിൽക്കും. അല്ല, ഇയാൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും തമ്മിൽ കുത്തലും പള്ളി പൊളിക്കലും കന്യാസികളെ ബലാത്സംഗം ചെയ്യലും മുസ്ലിങ്ങളെ നിലത്തിട്ട് ചവിട്ടലും ഉത്തര കൊറിയൻ ഇയാളുടെ പ്രസിഡന്റിനെ പോലെ മുടി ഇങ്ങനെ വെട്ടണം, ആഹാരം ഇങ്ങനെ കഴിക്കണം, ഇന്ന ആഹാരം കഴിക്കാൻ പാടുള്ളൂ, ഡ്രസ്സ് ഇന്ന ഡ്രസ്സേ പാടുള്ളൂ, ഇന്ന രീതിയിലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ജയ് ശ്രീറാം വിളിക്കട പട്ടി, ജയ് ശ്രീറാം വിളിക്കട. ഇതൊക്കെയല്ലേ ഇവരെ കാണിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്താ കാണിക്കാനുള്ളത്? ഇവർക്ക് എന്താ പറയാനുള്ളത്? ആയതുകൊണ്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന് മാത്രം. അപ്പം ഏതായാലും സുരേഷ് ചേട്ടാ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലേ? ശരിക്കും കിട്ടിയില്ലേ? അണ്ണാക്ക് വരെത്തിയില്ലേ? കിട്ടിയില്ലേ? സിനിമയിൽ അഭിനയിക്കാൻ പോവുക. ഇനി വീണ്ടും പാക്കലാം. എപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും വരും തൃശ്ശൂർ എടുക്കാൻ. അവൻ്റെ തൊള്ളയിലേക്ക് തിരികെ കൊടുക്കും തൃശ്ശൂർ. നാണം കെട്ടവൻ.